ഹായ് ഫ്രണ്ട്സ്, ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഡിപ്ലോമ ഇൻ സെക്രട്ടറി പ്രാക്ടീസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സിനുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. 4-ാം തീയതിയാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ളത് 30-നാണ്. സോ നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ കൊടുക്കാനായി polyadmission.org എന്നുള്ള വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുക. ഫസ്റ്റ് വരുന്ന polyadmission.org അത് സെലക്ട് ചെയ്തതിന് ശേഷം പോളിടെക്നിക്കിൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ GCI അഡ്മിഷൻ 2025-26 ഉണ്ടാകും. അതിൽ GCI സെലക്ട് ചെയ്യുക. GCIയുടെ പ്രോസ്പെക്ടസ് വരും. ഇൻസ്ട്രക്ഷൻസ് വായിക്കണം എന്നുള്ളവർക്ക് ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇൻസ്ട്രക്ഷൻസിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എൻഡിങ് ഡേറ്റും ഫീ ഡേറ്റും ആപ്ലിക്കേഷൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നതും തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും അവർ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം ആപ്ലിക്കേഷൻ കൊടുക്കുക. ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ബാക്ക് ചെയ്ത് പോളിടെക്നിക്കിൻ്റെ വെബ്സൈറ്റിലേക്ക് തന്നെ പോവാം. പ്രൊസീഡ് കൊടുക്കുക. ആപ്ലിക്കേഷൻ 1 ടൈം രജിസ്ട്രേഷനാണ്. അതിൽ പ്രൊസീഡ് കൊടുക്കുക. നമ്മുടെ എക്സാമിനേഷൻ ഏത് എക്സാം പാസ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് വെക്കുന്നത് അത് കൊടുക്കുക. SSLC ആണെങ്കിൽ SSLC, THSLC എന്ന് പറഞ്ഞിരുന്ന +2 ആണ്. ഇയർ ഓഫ് പാസിങ് കൊടുക്കുക. എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ എന്താണെന്ന് വെച്ചാൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് SSLC വെച്ചും +2 വെച്ചും GCIയിൽ അഡ്മിഷൻ കയറാവുന്നതാണ്. സോ നമ്മൾ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. ദെൻ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് ആണ്. അതിൽ നെയിം, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, പിൻകോഡ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, ഫീ ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക. ദെൻ OTP വെരിഫിക്കേഷനാണ്. മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം ക്വാളിഫിക്കേഷൻ എക്സാം ഡീറ്റെയിൽസ് ആണ്. നെയിം ഓഫ് ക്വാളിഫയിങ് എക്സാം SSLC ആണെങ്കിൽ SSLC, +2 ആണെങ്കിൽ +2, ദെൻ ഇയർ ഓഫ് പാസിങ്, എക്സാം രജിസ്ട്രേഷൻ നമ്പർ, ദെൻ നെക്സ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് 1 ടൈം രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ദെൻ ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. ഏത് ബാങ്ക് പേയ്മെൻ്റ് ആണെങ്കിൽ ബാങ്ക് പേയ്മെൻറ്റ്, കാർഡ് പേയ്മെൻ്റ് ആണെങ്കിൽ കാർഡ് പേയ്മെൻറ്റ്, ഏത് പേയ്മെൻറ്റ് മോഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. പ്രൊസീഡ് കൊടുക്കുക. GCI അഡ്മിഷനിൽ നമുക്ക് കിട്ടിയ യൂസർ IDയും പാസ്വേഡും മൊബൈൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ പാസ്വേഡും OTPയും അടിച്ച് നമ്മൾ എൻ്റർ ചെയ്യുക. ദെൻ നെയിം ഓഫ് കാൻഡിഡേറ്റ് ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഫാദർ, മദർ, ഗാർഡിയൻ ഏതെങ്കിലും പേര് കൊടുക്കുക. റിലേഷൻഷിപ്പ് കൊടുക്കുക. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, ദെൻ പിൻകോഡ്, ദെൻ ആധാർ നമ്പർ, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കേരള ആണെങ്കിൽ കേരള, പുറത്തുനിന്നാണെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. നാഷണാലിറ്റി കൊടുക്കുക. ദെൻ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അടുത്തത് നമ്മുടെ റിസർവേഷൻ ഡീറ്റെയിൽസ് ആണ്. അതിൽ ആനുവൽ ഫാമിലി ഇൻകം കൊടുക്കുക. ഇൻകം സർട്ടിഫിക്കറ്റിൽ ഫാമിലി ഇൻകം ഉണ്ടാകും. കമ്മ്യൂണിറ്റി ഏതാണോ അത് സെലക്ട് ചെയ്യുക. ദെൻ OEC ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. നോൺ ക്രീമി ലെയർ കൊടുക്കുക. ദെൻ ക്വാളിഫിക്കേഷനാണ്, അത് കൊടുക്കുക. ദെൻ ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ളതാണ്. ഏത് കോളേജസിൽ ഏത് സബ്ജക്റ്റാണോ, സബ്ജക്റ്റ് ഒന്നേ ഉള്ളൂ. ഏത് കോളേജാണോ ആ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വെച്ചിട്ടുണ്ട്. ചില ഡിസ്ട്രിക്റ്റിൽ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ദെൻ ആപ്ലിക്കേഷൻ ഡിക്ലറേഷനാണ്. അത് എഗ്രി കൊടുത്ത് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാൻ വെരിഫൈ ചെയ്യാനായിട്ട്
നന്നായി നോക്കിയതിന് ശേഷം വെരിഫൈ ചെയ്യുക, ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കുക. ദെൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. ആപ്ലിക്കേഷൻ നമ്പർ സെൻഡ് ചെയ്ത് നമുക്ക് കിട്ടും. എന്നിട്ട് അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യാം. ദെൻ ആപ്ലിക്കേഷൻ റാങ്കിൽ വന്നതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. സോ എടുത്ത് വയ്ക്കുക. പിന്നീട് നമ്മുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും ഇനി പാസ്വേഡും കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. നേരത്തെ കിട്ടിയ രജിസ്ട്രേഷൻ നമ്പർ വെച്ച് കൊടുത്ത മൊബൈൽ വെച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു. OTP വരും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ലോഗിൻ. ഇനി കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. നേരത്തെ കിട്ടിയ രജിസ്ട്രേഷൻ നമ്പർ വെച്ച് കൊടുത്ത മൊബൈൽ വെച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു. OTP വരും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ബേസിക് ഇൻഫർമേഷൻ കൊടുക്കുക. അച്ഛൻ്റെയോ അമ്മയുടെ പേര് കൊടുക്കുക, റിലേഷൻഷിപ്പ് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. കേരളൈറ്റ് ആണ് കേരളൈറ്റ്. ഞാനിവിടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു. OTP വരും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇനി കാൻഡിഡേറ്റ്